കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഒരുമിച്ച് ചേർന്ന തിരുവചനം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൊലൂസ്യ ലേഖനമാണല്ലോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ 2-ാം അധ്യായം അതിന്റെ 10, 11 വേദഭാഗങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. കൊലൂസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10, 11 വാക്യം വായിച്ചാട്ടെ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞുകളഞ്ഞതിനാൽ തന്നെ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ അനുഗ്രഹീതമായ ദൈവവചനത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. പറയുക, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡത്തിന്റെ പാപ ശരീരം നീക്കിക്കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ. ഇതിന്റെ 1-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സകലതും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളോ കർത്തൃത്വങ്ങളോ വാഴ്ചകളോ അധികാരങ്ങളോ ആയ സകലതും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ സകലത്തിന്റെയും അധികാരി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സകല ദൂതഗണങ്ങളുടെ മേൽ അധികാരമുള്ളവനാണവൻ. തല എന്ന നിലയിൽ വിശുദ്ധന്മാർക്ക് നേരിട്ട് അവനോടുള്ള ബന്ധം അത്യാവശ്യമാക്കിയിരിക്കണം. നാം ദൂതന്മാരോടല്ല പ്രാർത്ഥിക്കുന്നത്, മറിച്ച് നാം ക്രിസ്തുവിനോടത്രേ. ദൈവത്തിന്റെ സകല നിറവും ക്രിസ്തുവിൽ ഉള്ളത് കൊണ്ട് അവനിൽ നിന്ന് നമുക്ക് സകല നിറവും ലഭിക്കുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ സകലവും ക്രിസ്തുവിലുണ്ട്. വിശുദ്ധന്മാരെന്നുള്ള നിലയിൽ നമുക്ക് ആവശ്യമായ പൂർണ്ണത ക്രിസ്തുവിൽ നിന്നാണ് ലഭിക്കുന്നത്. ദൈവമക്കളെ, അവനെ കൂടാതെ വേറൊരാളിൽ നിന്നും നമുക്കൊന്നും ലഭിക്കുവാനില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിന്റെ അകത്ത് ഇങ്ങനെ കാണുന്നു. ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ 1:16. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ നിറവിൽ നിന്ന് സകലവും നിറയ്ക്കുന്നവൻ ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ സകല നിറവുമുണ്ട്. അവന്റെ നിറവിൽ നിന്ന് നാം എല്ലാവരും കൃപമേൽ കൃപ പ്രാപിച്ചിരിക്കുകയാണ്. അപ്പോസ്തലൻ ഇവിടെ പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സകല കൃപകളും നമ്മുടെ കർത്താവിലുണ്ട്. ഏതാനും ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് ആമേൻ പൂർണ്ണത പ്രാപിക്കാമെന്ന് പഠിപ്പിക്കുന്ന ആമേൻ ദുരുപദേശങ്ങളുണ്ട്. ആ ഉപദേശം പഠിപ്പിക്കുന്നവർക്ക് ആമേൻ അപ്പോസ്തലൻ ഇവിടെ വ്യക്തമായ മറുപടികൾ നൽകുന്നത് ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ആമേൻ സകലത്തിന്റെ നിറവായ ക്രിസ്തുവാണ്. മറ്റുള്ള പഠിപ്പിക്കലുകളിലൂടെ ജനം പോകാതെ കൊലോസ്യ വിശ്വാസികളെ ക്രിസ്തുവിൽ നിലനിർത്തുവാൻ, ക്രിസ്തുവിൽ സകല നന്മകളുമുണ്ട്, ക്രിസ്തുവിൽ സകല ആത്മീയ അനുഗ്രഹങ്ങളുമുണ്ട്. ഏതൊരു നിറവും നമുക്ക് ആവശ്യമാണോ, സകല നിറവും ആമേൻ ക്രിസ്തുവിൽ ഉണ്ട്. അവനിൽ ആമേൻ നിറവിന്റെ പരിപൂർണതയുണ്ട് എന്ന് അപ്പോസ്തലൻ ഇവിടെ പഠിപ്പിക്കുകയാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ പലപ്പോഴും ഈ പൂർണ്ണത പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടെന്നറിയാമോ? മനുഷ്യന്റെ വീഴ്ചയാണ്. ആമേൻ. മനുഷ്യന്റെ വീഴ്ച അവനെ അപൂർണനാക്കി, അവനെ
ക്രിസ്തുവിൽ നിന്നും അകറ്റിക്കളയുകയാണ്. എന്നാൽ വീണ്ടും ജനനം പ്രാപിച്ച് ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ സകല പൂർണ്ണതകളും അവന് തമ്പുരാൻ നൽകുവാൻ തക്കവണ്ണം ഇടയാകും. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പൂർണ്ണ അധികാരവും ദൈവകൃപയും അതിന്റെ മൂല്യങ്ങളും വേണ്ടവണ്ണം മനസ്സിലാക്കുവാൻ കഴിയാതെ വരുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? വീണ്ടും ജനിക്കാത്ത അനുഭവത്തിലായിരിക്കുന്നവർ ആ ലെവലിലൂടെ ആമേൻ ക്രിസ്തീയ ജീവിതം ആമേൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രിസ്തീയ ജീവിതമാണ് നയിക്കുന്നത് എന്ന് പറഞ്ഞ് ജീവിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേൻ ക്രിസ്തുയേശു മൂലം വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ആമേൻ അവനിൽ ഒരു പരിപൂർണത കണ്ടെത്തുവാൻ കഴിയും. ആമേൻ അപ്പോൾ ആമേൻ ദൈവത്തിന്റെ സകല മഹത്വവും അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു ദൈവ പൈതൽ ധാർമ്മികമായും മാനസികമായും ആത്മീയമായും ഒരു പൂർണ്ണനായി തീരുവാൻ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വേദഭാഗത്തിൽ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നാം നിറഞ്ഞു വരണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോസ്തലന്റെ ഒരു പ്രാർത്ഥനയാണ്. ആ വേദഭാഗം ഒരാൾ വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വേദഭാഗം. സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്റെ പ്രാർത്ഥനയാണത്. ആമേൻ. സിസ്റ്റർ ഒന്ന് നിർത്തി വായിക്കണേ, നമുക്ക് ആ വാക്യങ്ങൾ അല്പാൽപമായിട്ട് എടുക്കണം. സകല വിശുദ്ധന്മാരോട് കൂടെ സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും നമ്മളെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെ അറിയുവാൻ പ്രാപ്തരാക്കുക. ഇനി ഇതായിട്ട് വായിച്ചാട്ടെ. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്, ഈ പരിജ്ഞാനത്തിന്റെ ആമേൻ പൂർത്തീകരണം നമ്മൾ വരുമ്പോൾ ക്രിസ്തു ആരാകുന്നു, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നമ്മളിൽ വരുമ്പോൾ, ക്രിസ്തുവിനെ നാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നമ്മുടെ ജീവിതം ആമേൻ വിധേയപ്പെടുത്തുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആമേൻ ക്രിസ്തു ആരാണ്. ആ ക്രിസ്തുവിനെ നാം അറിയുമ്പോൾ ക്രിസ്തുവിന്റെ പരിപൂർണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് ആ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത് എല്ലാ നിറവിനാലും ഈ ജനം നിറഞ്ഞു വരേണം. ആമേൻ. നാം ആ നിറവ് പ്രാപിച്ചു കഴിഞ്ഞു എന്ന് അപ്പോസ്തലൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ ആത്മീയമായുള്ള ജീവിതത്തിൽ ആത്മീയ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ സകലവും ക്രിസ്തുവിൽ ഉണ്ട് എന്ന് അപ്പോസ്തലൻ ഇവിടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൂതന്മാരിലേക്ക് അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു, അവർ ദൂതന്മാരെ ആരാധിച്ചു പോന്ന ആ കൂട്ടരായിരുന്നു. അവർ തെറ്റായ പഠിപ്പിക്കൽ കൊലോസി വിശ്വാസികളെ പഠിപ്പിച്ചിരുന്നു. അതിലേക്ക് വീണു പോകരുതേ എന്ന് അപ്പോസ്തലൻ അവരെ ഓർമ്മിപ്പിക്കുമ്പോൾ വീണ്ടും അവരോട് പറയുകയാണ്, സകല നാമത്തിലും മേലായ നാമമുള്ള സകല നിറവുമുള്ള ക്രിസ്തുവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുവാൻ ശ്രമിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ദൂതന്മാരെ ആരാധിക്കേണ്ട അവസ്ഥ വരത്തില്ല. കാരണം ദൂതന്മാരല്ല, ക്രിസ്തു എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയാണ്. അത് ആമേൻ അവനിൽ ആമേൻ മതിയായ തെളിവാണ്. കാരണം സകല വാഴ്ചയ്ക്കും അധികാരത്തിനും പരമാധികാരിയായ ശിരസ് നമുക്കുള്ളത് കൊണ്ട് ആമേൻ നാം സന്തോഷിക്കണം. അവന് സകല നിറവുമുണ്ട്. നമ്മള് ഒരു രാജാവിന്റെ അടുക്കലേക്ക് ചെന്ന് നമുക്ക് അത്യാവശ്യം കാര്യം പറയേണ്ട സ്ഥാനത്ത് ആ രാജാവ് പരമാധികാരിയാണ്. പരമാധികാരിയായ രാജാവിന്റെ അടുക്കിലേക്ക് നമുക്ക് പ്രവേശനം നമുക്ക് ലഭിച്ചിരിക്കുമ്പോൾ നാം മന്ത്രിയുടെ അടുക്കൽ പോയി നമ്മുടെ കാര്യം ഉന്നയിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവമക്കളെ, നമുക്കും നമ്മുടെ പരമാധികാരിയായ സകലത്തിനും അധികാരിയായ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് അവകാശം തന്നിരിക്കുമ്പോൾ നാം മറ്റു മീഡിയേറ്ററുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ആമേൻ. ഇന്ന് പല മീഡിയേറ്ററുകളിലൂടെ അനേക കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ദൈവമക്കളെ, ആമേൻ. ഈ ദിവസങ്ങളിൽ
ക്രിസ്തുവിന്റെ ആമേൻ സ്നേഹം നാം മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിൽ ദൈവത്തിന്റെ ആഴങ്ങൾ ആമേൻ നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. ഹല്ലേലൂയ. മാനുഷിക ഉപദേഷ്ടാക്കന്മാരെ ഹല്ലേലൂയ നാം ഭയപ്പെടാതെ വണ്ണം അവരുടെ പഠിപ്പീരുകളിൽ നാം നമ്മുടെ ജീവിതം വലിച്ചെറിഞ്ഞു കൊടുക്കാതെ വണ്ണം ആമേൻ ക്രിസ്തുവിൽ ഹല്ലേലൂയ നാം പ്രകാശിക്കപ്പെടുവാൻ, ക്രിസ്തുവാകുന്ന സത്യവചനത്തിൽ നിത്യമായി നിലകൊള്ളുവാൻ, ആ മാനുഷിക ഉപദേശങ്ങൾ വിട്ടിട്ട് ദൈവിക വചസ്സുകളെ ഹൃദയത്തിൽ അംഗീകരിച്ചുകൊണ്ട് ആത്മാവിന്റെ നിറവിൽ ആമേൻ നിത്യമായി ശോഭിക്കുവാൻ, നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആമേൻ ദൈവാത്മാവ് അപ്പോസ്തലനായ പൗലോസിൽ കൂടി ഈ പകൽവേളയിൽ നമ്മൾ ബുദ്ധി ഉപദേശിക്കുകയാണ്. ക്രിസ്തുവിൽ ദൈവത്തിന്റെ ആഴത്തിൽ നിന്ന് കോരുവാൻ സൗകര്യമുള്ളപ്പോൾ നാം ശൂന്യത നികത്താൻ സൃഷ്ടികളിലേക്ക് എന്തിനു പോകണം ദൈവമക്കളെ? ഇന്ന് സൃഷ്ടിയെ തേടി പോവുകയാണ്. ആമേൻ. സൃഷ്ടാവാൻ ദൈവത്തെ മറന്നിട്ട് സൃഷ്ടിയെ ഭജിക്കുന്ന, സൃഷ്ടിയെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവകൃപയിലേക്ക് നമ്മുടെ ജീവിതം ഹല്ലേലൂയ പൂർണ്ണതയിലേക്ക് മടങ്ങി വരുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കണം. അതത്രേ ഈ 10-ാം വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുകയാണ്. ആ ക്രിസ്തുവിനെ അനുധാവനം ചെയ്താൽ നാം പരിപൂർണതയിൽ എത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ട് നിങ്ങൾ തത്വജ്ഞാനത്തിന്റെ പുറകെ പോകരുത്. ആമേൻ. വ്യർത്ഥമായ സമ്പ്രദായങ്ങൾക്ക് പുറകെ പോകരുത്. ആമേൻ. നിങ്ങൾ ലോകത്തിൻ്റെതായ ആദ്യ പാഠങ്ങൾക്ക് തക്കവണ്ണം ക്രിസ്തുവിൽ നിന്ന് അനുസരണക്കേടിലേക്ക് പോകാതെ, ആദ്യ പാഠങ്ങളിൽ നിങ്ങൾ ജീവിക്കാതെ ക്രിസ്തുവിന്റെ വചനങ്ങളെ അനുസരിച്ച് അതിനനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ പരിപൂർണത പ്രാപിച്ച് ക്രിസ്തുവിൽ നിർഭയമായി ജീവിക്കുവാൻ, ഒരു സ്വർഗീയ സന്തോഷം പ്രാപിച്ചെടുക്കുവാൻ ആമേൻ ഇടയാക്കുമെന്നത്രേ ഇവിടെ അപ്പോസ്തലൻ കൊലോസ്യ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കും അങ്ങനെ തന്നെ ഈ ദിവസങ്ങളിൽ ഈ വചസ്സുകളെ ഏറ്റെടുത്ത് ആത്മാവിന്റെ നിറവിൽ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 11-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. ഈ 11, 12 വാക്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ പൂർണ്ണത മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ അനേക വാക്യങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട്. സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ അതിവേഗം ഓടിച്ച് പറയട്ടെ. പെട്ടെന്ന് നിങ്ങൾ വാക്യങ്ങൾ വായിപ്പാൻ ശ്രദ്ധിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇവിടെ 11-ാം വാക്യത്തിൽ പറയുന്നു, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡത്തിന്റെ പാപശരീരം നീക്കിക്കളഞ്ഞതിനാൽ തന്നെ ഹല്ലേലൂയ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ. ആമേൻ. കഴിഞ്ഞ ആ വാക്യങ്ങളിൽ ദുരുപദേഷ്ടാക്കന്മാരുടെ വേദശാസ്ത്രപരമായ സിദ്ധാന്തങ്ങൾ പൗലോസ് കൈകാര്യം ചെയ്ത് ഇവിടെ താൻ അവരുടെ പ്രായോഗിക തെറ്റുകളിലേക്ക് തിരിയുമ്പോൾ ഗലാത്യ ക്രിസ്ത്യാനികൾ പുറജാതി ക്രിസ്ത്യാനികളെ യഹൂദ കർമ്മമാർഗത്തിന്റെ അടിമത്തത്തിലേക്ക് തിരിക്കുന്ന ആപത്തിന് വിധേയരായി മനുഷ്യാത്മാവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ആമേൻ അവരെ കൊണ്ടെത്തിക്കുവാൻ ശ്രമിക്കുമ്പോൾ പൗലോസ് അവർക്കായി എഴുതിയ ഈ പശ്ചാത്തലത്തിൽ പറയുകയാണ്, ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ ക്രിസ്തുവിന്റെ പരിച്ഛേദന ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ നാം ഏറ്റെടുക്കുക. ആമേൻ. ഇവിടെ ക്രിസ്തുവിന്റെ പരിച്ഛേദന എന്ന് പറയുന്നത് 8-ാം നാളിൽ അവൻ ഏറ്റ പരിച്ഛേദനയാണ്. അവൻ ഏർപ്പെടുത്തിയ പരിച്ഛേദന 8-ാം നാളിലുള്ള പരിച്ഛേദനയാണ്. അതായത് ഇന്ന് പകൽക്കാലം 8-ാം നാളിലുള്ള പരിച്ഛേദനയല്ല പുതിയ നിയമവിശ്വാസികൾ എടുക്കേണ്ടത്. അവർക്ക് ആത്മീയ പരിച്ഛേദനയാണ് ആവശ്യം, കൈകൊണ്ടുള്ള പരിച്ഛേദനയല്ല അവർ ഏൽക്കേണ്ടത്. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, കൈകൊണ്ടല്ലാത്ത ആ പരിച്ഛേദന, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന നമുക്ക് ലഭിച്ചു. അഥവാ ആമേൻ ഹൃദയ പരിച്ഛേദന, ആത്മീയ പരിച്ഛേദന നമുക്ക് ലഭിച്ചു. ആമേൻ. ഈ കൈകൊണ്ടുള്ള പരിച്ഛേദനയെ പറ്റി 1-2 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 58-ാം വാക്യവും 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യവും. ചിലർ എഴുന്നേറ്റ് അവന്റെ നേരെ, ഞാൻ കൈപ്പണിയായ ഈ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് കൈപ്പണിയല്ലാത്ത മറ്റൊന്ന് പണിയുമെന്ന് ഇവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന് കള്ളസാക്ഷ്യം പറഞ്ഞു. അവിടെ കൈപ്പണിയെ പറ്റി കേട്ടോ? ക്രിസ്തുവിന്റെ
നമുക്കറിയാം യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ കാര്യം തന്റെ മരിച്ചിട്ട് താൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ ലോകത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി അവൻ മരിച്ച് 3-ാം നാൾ ഉയർക്കും എന്നുള്ളത് താൻ വാഗ്ദത്തം ചെയ്തതുപോലെ ചെയ്തു എങ്കിൽ ഇന്ന് ആമേൻ ദൈവാത്മാവ് പറയുക കൈപ്പണിയല്ലാത്തൊരു ഭവനം നമുക്ക് വേണ്ടി അവൻ സ്വർഗത്തിൽ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവ പൈതലേ, ആത്മീയ പരിച്ഛേദന ഏറ്റുകൊണ്ട് കൈകൊണ്ടല്ലാത്ത ഒരു പരിച്ഛേദന ഏറ്റ് നമ്മുടെ ജീവിതം ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകണം. അതാണ് ഇവിടെ വായിച്ചത്. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡത്തിന്റെ പാപ ശരീരം നീക്കിക്കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. കൈകൊണ്ടല്ലാത്ത പരിശോധന, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നാം പ്രാപിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുക. അപ്പോൾ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന നമുക്ക് ലഭിച്ചു എന്ന് അഥവാ ഹൃദയ പരിച്ഛേദനയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ആത്മീയ പരിച്ഛേദന. പഴയ നിയമത്തിൽ പോലും പരിച്ഛേദനയ്ക്ക് ആത്മീയ അർത്ഥം ഉപയോഗിച്ചിരുന്നു. നമുക്കത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യവും 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യവും വായിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഒരാൾ വായിച്ചാട്ടെ. യഹൂദ പുരുഷന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളവിൻ. ആമേൻ. ഇവിടെ ശാരീരിക അഗ്രചർമ്മത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ പോലും ആമേൻ ഹൃദയ പരിച്ഛേദനയെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കളെ, ഹൃദയത്തിന്റെ പരിച്ഛേദന ആ യഹൂദ ജനത്തോട് പറയുക, ദൈവത്തിന്റെ കോപം അവരുടെ മേൽ ഉണ്ടാകാതിരിപ്പാൻ അവർക്ക് ഹൃദയ പരിച്ഛേദന അത്യാവശ്യമാണ്. ഇനി അതിന്റെ 6-ന്റെ 10 ഒന്ന് ചേർത്ത് വായിച്ചാട്ടെ. അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ചു സാക്ഷീകരിക്കേണ്ടു? അവരുടെ ചെവിക്ക് പരിച്ഛേദനയില്ലായ്കയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല. യഹോവയുടെ വചനം അവർക്ക് നിന്ദയായിരിക്കുന്നു. അപ്പൊ പരിച്ഛേദന എന്തിലൊക്കെ വേണം? 1, ഹൃദയത്തിൽ വേണം. യിരെമ്യാവ് 4:4 പറഞ്ഞിരിക്കുന്നു. 2, ചെവിക്ക് പരിച്ഛേദന വേണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിശ്വാസികൾക്ക് അതാണ് വേണ്ടത്, അല്ലേ? ചെവിക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കുവാൻ നാം മുതിരുകയാണ്. ഒരു വേണ്ടാത്ത ന്യൂസ് കേട്ടാൽ ഉടനെ നമ്മൾ അതിന് ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് ബാക്കിയും കൂടെ കേൾക്കുവാൻ ഓടും. ദൈവാത്മാവ് പഴയ നിയമ ഭക്തനിൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിന് മാത്രം ആമേൻ പരിച്ഛേദന കൊടുക്കുവാൻ ശ്രമിച്ചാൽ നമ്മുടെ ബാഹ്യമായി മറ്റ് അവയവങ്ങൾ പരിച്ഛേദനപ്പെട്ടില്ല എങ്കിൽ ആ ഹൃദയത്തിന്റെ പരിച്ഛേദന ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ കാതുകൾക്ക് നാം പരിച്ഛേദന കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകണം. കാതുകളെ പരിച്ഛേദന ചെയ്യണം. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നാം അരുതാത്ത ഇടങ്ങളിലേക്ക് പോകരുത്, കേൾക്കണ്ടാത്തത് കേൾക്കരുത്. ആമേൻ. അപ്പോൾ കാതിന് മാത്രമല്ല, ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമുക്ക് യഹൂദന്മാർ ശരീരത്തിന്റെ അല്പഭാഗം മാത്രം പരിച്ഛേദന കഴിച്ച് അവർ വലിയ ആ അഭിമാനം കൊള്ളുമ്പോൾ പുതിയ നിയമ ദൈവസഭയോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും പരിച്ഛേദന ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഹൃദയ പരിച്ഛേദന ഉണ്ടാകത്തുള്ളൂ. കൈക്കും കാലിനും ആമേൻ ചെവിക്കും കണ്ണിനും മൂക്കിനും എല്ലാ പരിച്ഛേദന ആവശ്യമാണ്. ആത്മീയമായ പരിച്ഛേദനയെ കുറിച്ച് പൗലോസും ഇവിടെ ആത്മാർത്ഥമായിട്ട് ആമേൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 28-29 വേദഭാഗം. പുറമേ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവത്രേ യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള പരിച്ഛേദന എത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. കണ്ടോ? പുറമേയുള്ള പരിച്ഛേദനയല്ല പരിച്ഛേദന, അകമയാണ് പരിച്ഛേദന വേണ്ടിയത്. പുറമേ യഹൂദനായിട്ട് നടക്കുന്നവൻ അവൻ
ശരീരത്തിന്റെ ഭാഗം മുറിച്ചിട്ട് പരിച്ഛേദനയേറ്റ് അഭിമാനം കൊള്ളുമ്പോൾ ഇന്ന് അപ്പോസ്തലൻ പരിച്ഛേദനയെ കുറിച്ച് അപ്പോസ്തലനെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാ: പുറമേയുള്ള പരിച്ഛേദനയല്ല പരിച്ഛേദന, അകമേയുള്ള പരിച്ഛേദനയാണ് വേണ്ടി. ഇത് തന്നെയാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചത്. ഇനി ഒരു വേദഭാഗം കൂടെ വായിച്ചാട്ടെ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ പരിച്ഛേദനയെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? വായിച്ചാട്ടെ. ഫിലിപ്പിയർ 3:3. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം തന്നെ ആയിരിക്കണം പരിച്ഛേദനക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ. ഹല്ലേലൂയ. അവന്റെ നിറവിനോളം നിറഞ്ഞു വരുവാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? സകല പരിജ്ഞാനത്തിലും നിറഞ്ഞു വരണം. അപ്പോൾ ക്രിസ്തുവിന്റെ പരിച്ഛേദനയുടെ വിശേഷണമാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുന്നത്. ജഡശരീരത്തെ ഉരിഞ്ഞു കളഞ്ഞു എന്നുള്ളതാ. ജഡശരീരത്തെ ഉരിഞ്ഞു കളഞ്ഞിട്ട്, അപ്പം ജഡമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപപ്രകൃതിയെ കാണിക്കുകയാണ്. പാപപ്രകൃതി ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാലാണ് ജഡശരീരമെന്ന് ഇവിടെ പറയുന്നത്. അതിന് നമുക്ക് 1-2 വേദഭാഗം പെട്ടെന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 22-ാം വാക്യവും റോമർ 8:4, 5, 8, 9 വാക്യങ്ങൾ. എഫേസ്യർ 4:22 വായിച്ചാട്ടെ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് ചെയ്യണം? പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയതിനെ ധരിക്കണം. അവിടെയാണ് പരിച്ഛേദനയുടെ വിജയം. ഒരു പുതുമ നമ്മളിൽ വരുന്നില്ല എങ്കിൽ പഴയതിനെ ധരിച്ചുകൊണ്ട് നടന്നാൽ എന്താണ് വ്യത്യാസം? അപ്പോസ്തലനായ പൗലോസ് എത്ര വ്യക്തമായിട്ടാണ് നമ്മളോട് പറയുന്നത്. റോമർ 8:4, 5, 8, 9 ഈ വാക്യങ്ങൾ കൂടി വായിച്ചാട്ടെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജഡശരീരത്തിൽ അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന പാപപ്രകൃതിയെ ഉരിഞ്ഞു കളയുവാനാണ് ഇതിലൂടെ നമ്മളോട് ബുദ്ധി ഉപദേശിക്കുന്നത്. വായിച്ചാട്ടെ. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. ഒന്ന് നിർത്തി വായിക്കണേ. ജഡത്തെ അല്ല അനുസരിക്കേണ്ടത്, പിന്നെ എന്തിനെയാണ്? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ. അപ്പോസ്തലൻ പറയുക, ഇന്ന് ജഡത്തെ അനുസരിച്ച് നടക്കുവാൻ ആ യഹൂദൻ തന്റെ ജഡപ്രകാരമുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ജഡപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്ത് ജഡത്തെ അനുസരിച്ചുവെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ജഡത്തെ അനുസരിച്ചല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഇനി വായിച്ചാട്ടെ. ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. അപ്പോൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്ന വ്യക്തിയുടെ മേൽ ഹല്ലേലൂയ ഒരു പൂർത്തീകരണം, പരിപൂർണത ഉണ്ടാകത്തില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവന്റെ മേൽ ന്യായ പ്രമാണത്തിന്റെ പൂർത്തീകരണം നിവർത്തിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഇനി അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 5-ാം വാക്യവും 8-ാം വാക്യവും. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. പരിച്ഛേദന ഏൽക്കാത്ത വ്യക്തി ജീവിതങ്ങൾ ആത്മാവിനുള്ളത് ചിന്തിക്കത്തില്ല. അവർ ജഡസ്വഭാവമുള്ള, അപ്പൊ ജഡത്തെ പരിച്ഛേദന കഴിക്കണമെന്ന നമുക്ക് ദൈവാത്മാവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ജഡത്തെ പരിച്ഛേദന കഴിക്കാതെ ദൈവകൃപയിൽ നിൽപ്പാൻ സാധിക്കത്തില്ല. അപ്പൊ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി കുഴിച്ചിടണം. ജഡസംബന്ധമായി നാം മരിക്കണം. ജഡസംബന്ധമായി നാം പരിച്ഛേദന ഏൽക്കണം. അങ്ങനെ ഉള്ള വ്യക്തിക്ക് മാത്രമേ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇനി വായിച്ചാട്ടെ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ജഡസ്വഭാവമായിട്ട് നടക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അവർ എന്ത് ചെയ്യും? ക്രിസ്തുവിലുള്ള പരിപൂർണത അവർക്ക് കാണാൻ കഴിയുന്നില്ല. ക്രിസ്തുവിന്റെ പൂർണ്ണത അവർ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് അവർക്ക് കടന്നു വരുവാൻ കഴിയുന്നില്ല. ഇവിടെ ആത്മാവിൽ നമുക്ക് വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. ഈ റോമാലേഖനം ആമേൻ അതിന്റെ 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുകയാണ്. നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കാതെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കണം. അല്ല എങ്കിൽ ശത്രുവായവൻ നമ്മുടെ ജീവിതത്തിൽ പോരാടും. ഇവിടെ പറയുകയാണ്, അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പോ ആത്മസ്വഭാവമുള്ളവർ ക്രിസ്തുവിന്റെ ആമേൻ പൂർണ്ണതയിൽ എത്തുവാൻ ചിന്തിക്കുമ്പോൾ, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുക. അവരിൽ പരിച്ഛേദന അവരുടെ ഹൃദയത്തിന് ഏറ്റിട്ടില്ല. ഹൃദയ പരിച്ഛേദന ഏൽക്കപ്പെടുന്ന വ്യക്തിക്ക് മാത്രമേ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അതെ, നാം വായിച്ച വേദഭാഗത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. നാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ജീവിക്കുന്നവരാണ്. ആമേൻ. പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ്, കൈപ്പണിയല്ലാത്ത ആമേൻ നിത്യഭവനത്തിൽ നമ്മെ ചേർക്കുവാൻ കടന്നു വരുമ്പോൾ നാം അവിടെ കടന്നു പോകേണ്ടിയവരാണ്. എന്നാൽ ഇവിടെ ഇതാ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേൻ, ജഡ സ്വഭാവത്തിൽ ജീവിച്ചാൽ നമുക്ക് ഒരിക്കലും ജഡത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ കഴിയുകയില്ല. മാത്രമല്ല അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് പറയുകയാണ്, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരായത്രേ ഇരിക്കേണ്ടത്. അപ്പം ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവരല്ല. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ചെടുക്കണമെങ്കിൽ ദൈവവൈതലേ നമുക്കൊരു പരിച്ഛേദന ആവശ്യമാണ്. ജഡശരീരത്തെ മുഴുവനായിട്ടും ഹല്ലേലൂയ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ഉരിഞ്ഞു കളയണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ ആമേൻ നിയന്ത്രണം, ആത്മാവിന്റെ നിറവിൽ നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കണം. ജഡസ്വഭാവമുള്ളവർക്ക് ആത്മാവിൽ നടക്കുവാൻ കഴിയത്തില്ല. അവരാത്മാവിനെ അനുസരിക്കത്തില്ല. ആമേൻ. ആത്മസ്വഭാവമുള്ളവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇവിടെ പറയുകയാണ്, നമ്മുടെ പാപപ്രകൃതി ഹല്ലേലൂയ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാലാണ് ജഡശരീരം ഹല്ലേലൂയ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി കുഴിച്ചിടുവാൻ അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. പാപശരീരം എന്ന് ഈ റോമാലേഖനം അതിന്റെ 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് കാണുന്നു. നാം ഇനിയും പാപത്തിന് അടിമകളാകാതിരിക്കുവാൻ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പൊ പഴയ മനുഷ്യനെ നാം എന്ത് ചെയ്യണം? ക്രൂശിക്കണം. പഴയ മനുഷ്യനെ ക്രൂശിച്ചിട്ട് നാം പുതിയ മനുഷ്യനെ പ്രാപിച്ചെടുക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പരസ്പരം വ്യാജം പറയരുതേ, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിരൂപത്തിനനുസരിച്ച് പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം. ഹല്ലേലൂയ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. നാം ജഡപ്രകാരം ഹല്ലേലൂയ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിന്റെ പരിവർത്തനം നമ്മളിൽ ഉണ്ടാക്കുകയില്ല. 2 ഇവിടെ പറയുന്നത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിലെ 24-ാമത്തെ വേദഭാഗത്ത് ഇങ്ങനെ പറയുന്നു, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി എന്ത് ചെയ്തിരിക്കുന്നു? ക്രൂശിച്ചിരിക്കണം. അപ്പം ക്രിസ്തു യേശുവിനുള്ളവരാണ്. അല്ലാതെ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർക്ക് അത് സാധ്യമല്ല. ദൈവപൈതലേ, ഹൃദയ പരിച്ഛേദന നാം പ്രാപിച്ചെടുക്കണമോ? ഈ ദിവസകാലങ്ങളിൽ നമ്മുടെ ശരീരത്തിന്റെ പല അവയവങ്ങളെയും നാം ക്രൂശിക്കേണ്ടത് ആവശ്യമാണ്. അത് ആത്മീയ പരിച്ഛേദനയെ കുറിച്ചാണ് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ. റോമർ 6-ന്റെ 6 പറയുന്നത് പോലെ ഹല്ലേലൂയ, നമ്മുടെ പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയണം. പഴയ മനുഷ്യനെ ക്രിസ്തുവിന്റെ ആമേൻ ക്രൂശിനോട് ചേർത്ത് നാം തറയ്ക്കുവാനിടയാകണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഹല്ലേലൂയ ആമേൻ ഹൃദയ പരിച്ഛേദന അഥവാ ദൈവിക സത്യത്തിൽ നിലകൊള്ളുവാൻ സാധ്യമാകത്തുള്ളൂ. അവന് മാത്രമേ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴവും ആമേൻ അവന്റെ പൂർണ്ണ നിറവും പ്രാപിച്ചെടുക്കുവാൻ സാധ്യമാകത്തുള്ളൂ. ഇവിടെ നാം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആമേൻ ഈ
നമ്മുടെ ശരീരങ്ങളെ, ജഡശരീരത്തെ, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത പ്രവൃത്തികളെ ഉരിഞ്ഞു കളഞ്ഞ് എന്നാണ് അപ്പോസ്തലൻ ഇവിടെ ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ നമ്മുടെ ശരീരത്തെ, നമ്മുടെ സ്വഭാവങ്ങളെ ക്രിസ്തുവിന്റെ ക്രൂശിനോട് കൂടി നാം ക്രൂശിക്കണം. അപ്പം ഇവിടെ നമ്മളെ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ മോശയിക പരിച്ഛേദനയിൽ ശരീരത്തിന്റെ എത്രയും ചെറിയ ഒരംശം മാത്രമേ മാറ്റുന്നുള്ളൂ. എന്നാൽ ക്രിസ്തുവിലുള്ള പരിച്ഛേദനയിൽ പഴയ മനുഷ്യനെ അഥവാ അവന്റെ ജഡശരീരത്തെ മുഴുവനായി നീക്കുന്നു. ഞാനത് ഒന്നുകൂടെ വിവരിച്ചു പറഞ്ഞാൽ, പഴയ പ്രകൃതി, അവന്റെ സ്വഭാവം, അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പഴയ സ്വഭാവം ഇല്ലാതാക്കുക, പഴയ സ്വഭാവത്തെ മാറ്റിയെടുക്കണം. ആമേൻ. ദൈവമക്കളെ, നാം ഇന്ന് ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ് എങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന പുതിയ ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതം ദൈവഹിതപ്രകാരമായി തീരേണ്ടതിന് ആ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ എത്തുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നമുക്ക് ജഡത്തിൽ പരിച്ഛേദന ആവശ്യമില്ല. പഴയ നിയമ വിശ്വാസികൾക്ക് അത് ആവശ്യമായിരുന്നു, യഹൂദന് അത് ആവശ്യമാണ്. എന്നാൽ പുതിയ നിയമ ഇസ്രായേൽ ആയിരിക്കുന്ന നമുക്ക് ജഡത്തിൽ പരിച്ഛേദന ആവശ്യമില്ല. കാരണം നമുക്ക് ഹൃദയത്തിലാണ് പരിച്ഛേദന ലഭിച്ചിരിക്കുന്നത്. ഈ ഉയർന്ന പരിച്ഛേദനയുടെ ഫലങ്ങൾ, ആമേൻ, നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, ഈ പരിച്ഛേദന ബാഹ്യമായ ഉള്ള ഒരു പരിച്ഛേദനയല്ല, മറിച്ച് ആന്തരികമായിട്ടുള്ള ഒരു പരിച്ഛേദനയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിനെ നമ്മൾ എന്ത് ചെയ്തു? കൈക്കൊണ്ടു എന്നുള്ളതല്ല. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് അവനെ കൈക്കൊണ്ടവർ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. അവനെ കൈക്കൊണ്ടവർ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ, ആമേൻ, ബാഹ്യമായ ആമേൻ അനുഭവങ്ങളെ മാറ്റിയിട്ട് ആന്തരികമായ ഒരു മാനസാന്തരം പ്രാപിച്ചെടുക്കണം. ആമേൻ. ഒന്നാമതായിട്ട് നമ്മുടെ ഈ പരിച്ഛേദന നമുക്ക് വെളിവാക്കി തരുന്നത് ബാഹ്യമല്ല. രണ്ടാമതായിട്ട് ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രം ഛേദിക്കുന്നത് പോലെയല്ല, ജഡപ്രകൃതിയെ മുഴുവനായും ഉരിഞ്ഞു കളയുകയാണ് നാം ചെയ്യേണ്ടത്. ജഡത്തിന്റെ പ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപവും ക്രോധവും, ആമേൻ, അസൂയയും പിണക്കവും ദൈവഹിതമല്ലാത്ത നമ്മിൽ, ആമേൻ, നട്ടം തിരിഞ്ഞ്, ആമേൻ, നാം കൊണ്ടു നടക്കുന്ന പാപ സ്വഭാവങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിന് വിരുദ്ധമായി നമ്മിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആമേൻ ജഡ സ്വഭാവങ്ങളെ, ആ ഗലാത്യ ലേഖനം വായിച്ചാൽ ജഡ സ്വഭാവങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് അറിയാമല്ലേ? ക്രോധം, ആമേൻ, ഈർഷ്യ, പിണക്കം, ജാരശങ്ക, പക, അസൂയ, ഇവയെല്ലാം ആമേൻ ജഡത്തിന്റെ പ്രവർത്തികളാണ്. ഈ ജഡത്തിന്റെ പ്രവർത്തികളെ നാം എന്ത് ചെയ്യണം? മുഴുവനായി ഉരിഞ്ഞു കളയുകയാണ് ചെയ്യേണ്ടത്. ശരീരത്തിന്റെ ഒരു ഭാഗം പോയി, ആമേൻ, നാം പരിച്ഛേദന കഴിച്ചിട്ട് കാര്യമില്ല. താൻ ഇസ്രായേൽ ജനത്തിന് വേണ്ടി അത് കൽപ്പിച്ചുവെങ്കിൽ അവരോടും പറഞ്ഞിരുന്നു ഹൃദയത്തിന്റെ പരിച്ഛേദന ആവശ്യമെന്ന്. ഇന്ന് ആമേൻ ഈ കൊലോസ്യ വിശ്വാസികളെ അപ്പോസ്തലൻ ഇത് ഓർപ്പിച്ചുണർത്തുമ്പോൾ ഇന്ന് നാം ആയിരിക്കുന്ന അവസ്ഥയിലും നാം ഹൃദയത്തിന് പരിച്ഛേദന നമ്മുടെ ജഡപ്രകൃതിയെ, ഹല്ലേലൂയ, അതിന്റെ രാഗമോഹങ്ങളോട് കൂടി കുഴിച്ചിട്ടിട്ട് അതിനെ ഉരിഞ്ഞു കളയേണ്ടതിന്, മുറിച്ചു കളയേണ്ടതിന്, വെട്ടിമാറ്റേണ്ടതിന്, അരുതാത്ത സ്വഭാവങ്ങളെ, ജഡ സ്വഭാവങ്ങളെ വിട്ടുകളഞ്ഞിട്ട് ആത്മാവിൽ നാം, ഹല്ലേലൂയ, പരിച്ഛേദന ഏൽക്കുന്നവരായി തീരുവാൻ, ഹല്ലേലൂയ, നാം ഏൽപ്പിച്ചു കൊടുക്കണം. മൂന്നാമതായിട്ട്, ഒന്ന്, ഇത് ബാഹ്യമല്ല. രണ്ട്, ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രം ഛേദിച്ചു കളയുന്നത് പോലെയല്ല. ഹല്ലേലൂയ. മൂന്ന്, ഇത് മോശയുടെയോ ഗോത്രപിതാക്കന്മാരുടെയോ ഒരു ചേലാകർമ്മം പോലെ അല്ല, മറിച്ച് സ്വഭാവവും വ്യാപ്തിയും നിയമിച്ച ആൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് നിലകളിൽ നമ്മുടേതായ വ്യത്യാസം മറ്റുള്ളവർക്ക് നാം വെളിപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ സ്വഭാവം, നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ വന്നിട്ട് നാം എത്രമാത്രം വളർന്നു എന്നുള്ളത്, നമ്മളെ നിയമിച്ച ദൈവം ആരാണ്, അവന് വേണ്ടി ജീവിപ്പാൻ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന, ആമേൻ, ആ സൃഷ്ടിയുടെ ആഴങ്ങൾ തിരിച്ചറിഞ്ഞ് നാം ഏൽപ്പിച്ചു കൊടുക്കണം.
മാത്രമല്ല ക്രിസ്തുവിന്റെ ശക്തിക്കല്ലാതെ നമ്മിലുള്ള ജഡസ്വഭാവത്തെ മാറ്റുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആമേൻ നാം എന്ത് ചെയ്യണം? കുറെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് പുറകെ പോവുകയല്ല. ആമേൻ കുറെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നുള്ളതിലല്ല. ആമേൻ നാം എന്ത് ചെയ്യണം? ജീവിക്കുന്ന സമയം അത്രയും പാപത്തോട് ഗുഡ് ബൈ പറഞ്ഞിട്ട്, പാപ സ്വഭാവത്തോട് ആമേൻ എന്നേക്കുമായി വിട പറഞ്ഞിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ഹല്ലേലൂയ ഹൃദയ പരിച്ഛേദന ഏറ്റു ജീവിക്കണം. അതുകൊണ്ട് ദൈവാത്മാവ് പറയുക, ഹൃദയ പരിച്ഛേദന ദൈവഹിതത്തിന് ആമേൻ വിപരീതമായി ജഡത്തിലുള്ള എല്ലാ കന്മഷങ്ങളെയും മുറിച്ചു മാറ്റി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ശത്രുക്കളുടെ മേൽ ജയം ലഭിക്കുന്നതിനും ആത്മീയ പരിച്ഛേദന നമുക്ക് ആവശ്യമാണ്. നമ്മളെ കോപിപ്പിക്കുവാൻ വരുന്നവരുടെ മുൻപിൽ, ശത്രുത മനോഭാവത്തോടെ നിൽക്കുന്നവരുടെ മുൻപിൽ ആത്മീയ പരിച്ഛേദന ഇല്ല എങ്കിൽ ദൈവമക്കളെ നിലനിൽക്കാൻ കഴിയുകയില്ല. ആമേൻ. നമുക്ക് ഇസ്രായേൽ ജനത്തിന്റെ കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ, കനാനിൽ വെച്ച് പരിച്ഛേദന നടത്തിയ സ്ഥലത്തിന് അവർ ഗിൽഗാൽ എന്ന് പേരിടുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ അതിന്റെ അർത്ഥം മിസ്രയീമിന്റെ നിന്ന മാറിക്കിട്ടിയ സ്ഥലം എന്നാണ്. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ അത് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നമുക്ക് സമയത്തിന്റെ പരിമിതിയാൽ വായിപ്പിക്കുന്നില്ല. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇതുവരെയും വാഗ്ദത്ത നാട്ടിൽ എത്തിയില്ലല്ലോ എന്ന നിന്ന ഇപ്പോഴാണ് അവർക്ക് മാറിയത്. എപ്പോൾ? ഹല്ലേലൂയ. അവർ ആ സ്ഥലത്ത് വെച്ച് പ്രൈസ് ദി ലോർഡ് അവരുടേതായ പരിച്ഛേദനയെങ്കിൽ അവരുടെ ജീവിതത്തിന് നിന്ന് മാറ്റിക്കൊടുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവം ഇതിനോട് ഞാൻ ചോദിക്കട്ടെ, നീങ്ങിപ്പോകാത്ത നിന്ദകൾ ഹല്ലേലൂയ വഹിച്ചുകൊണ്ടാണോ നിങ്ങളുടെ ജീവിതം നയിക്കുന്നത്? ഇന്ന് വരെയും ഹല്ലേലൂയ നീങ്ങിപ്പോകാത്ത ചില നിന്ദകൾ നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവാത്മാവ് പറയുകയാണ്, നിന്റെ നിന്നയെ മാറ്റുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ നിന്നയെ മാറ്റുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ മാമൻ ശേഷിച്ചിരിക്കുന്ന നിന്ന എന്റെ കർത്താവ് ഉരുട്ടി മാറ്റുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വകരമല്ലാത്ത എന്തെങ്കിലും പ്രവർത്തികൾ ആമേൻ എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ ആമേൻ ദൈവിക നിന്ന് മാറത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹൃദയത്തിനൊരു പരിച്ഛേദന ഏറ്റുകൊണ്ട് ശരീരാവയവങ്ങളെ ഹല്ലേലൂയ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി കുഴിച്ചിട്ട് ആ ഗിൽഗാലിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരിക. അവിടെ വെച്ച് കർത്താവ് നമ്മെ ഹല്ലേലൂയ നിന്ന മാറ്റിയിട്ട് ഹല്ലേലൂയ നമ്മെ മാനിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. എന്നാൽ ഗിൽഗാലിന്റെ അവസ്ഥയിൽ നാം വരുമ്പോൾ കുറച്ച് നിന്നയൊക്കെ അനുഭവിക്കേണ്ടി വരും കേട്ടോ. ഗിൽഗാലിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. എനിക്ക് അവിടെ അതല്ലല്ലോ നമ്മുടെ വിഷയം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, കുറച്ച് വേദന നമ്മുടെ ജീവിതത്തിൽ ആമേൻ ജഡശരീരത്തിൽ പരിച്ഛേദന ഏൽക്കുമ്പോൾ ഹല്ലേലൂയ തോന്നിക്കും. എന്നാൽ ദൈവാത്മാവ് പറയുകയാണ്, ശരീരത്തിൽ ഏൽക്കുന്ന വേദനയേക്കാൾ അധികമായി ഹൃദയ പരിച്ഛേദന ഏൽക്കുമ്പോൾ ഉണ്ടാകുവാൻ ഇടയാകും. നമ്മുടെ സ്വഭാവങ്ങളാണ് മാറ്റുന്നത്. നമുക്ക് ഹല്ലേലൂയ ദൈവഹിതമല്ലാത്ത ദൈവിക പദ്ധതികൾക്ക് വിരുദ്ധമായ ആമേൻ സ്വഭാവങ്ങളാണ് നാം മാറ്റുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ നമ്മെ തന്നെ പരിപക്വമായി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അല്പം വേദനാജനകമായിട്ട് തോന്നും ദൈവമക്കളെ. ആകയാൽ ഈ ഹൃദയത്തിന്റെ പരിച്ഛേദന അല്പം വേദനാജനകമെങ്കിലും നാം അതിനെ ആമേൻ അതിന്റെ നിലയിൽ ആമേൻ നമുക്ക് മനസ്സോടെ ഏൽക്കുവാൻ ആ ദൈവം ആഗ്രഹിക്കുന്ന പക്ഷം നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവാത്മാവ് പറയുകയാണ് ഹല്ലേലൂയ അവൻ നമ്മളെ മാനിക്കും. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയുണ്ട്. ഹല്ലേലൂയ. ജഡത്തിന്റെ പാപശരീരം നീക്കിക്കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന നമുക്ക് ലഭിച്ചു. കൈകൊണ്ടല്ലാത്ത ഒരു പരിച്ഛേദന ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിച്ചു. അവന്റെ വചനത്താൽ നമുക്ക് ലഭിച്ചുവെങ്കിൽ ഇന്ന് സ്തോത്രം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവന്റെ ഇഷ്ടത്തിനായിട്ട് അല്പം വേദനയിലൂടെ കടന്നു പോയാലും നമ്മുടെ അരുമ മണവാളൻ വരാറായി ദൈവമക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹൃദയത്തിന്റെ പരിച്ഛേദന ഏറ്റുകൊണ്ട് ആത്മാവിൽ പരിശുദ്ധമായി ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദിവസ കാലങ്ങളിൽ ഹൃദയ പരിച്ഛേദനയില്ലാതെ ദൈവത്തെ ആർക്കും കാണുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. പാപ സ്വഭാവത്തോട് വിട പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ആത്മാവിന്റെ പരിച്ഛേദന അതേ നമുക്ക് ആവശ്യമാണ്.
ശരീരത്തിന്റെ പരിച്ഛേദന, ആമേൻ, പുറമെ നമുക്ക് എന്തും കാട്ടിക്കൂട്ടാം, ഉപവസിച്ച് കാണിക്കാം, പ്രാർത്ഥിച്ചു കാണിക്കാം, കൂട്ടായ്മകൾക്ക് പോയി കാണിക്കാം, മറ്റുള്ളവരുടെ മുൻപാകെ നാം എത്ര മാന്യരെന്ന് നമുക്ക് വേണമെങ്കിൽ ആമേൻ വീമ്പിളക്കാം, അവരുടെ മുൻപിൽ നമുക്ക് ആമേൻ ഡ്രമാറ്റിക് ആയിട്ട് ജീവിച്ചു കാണിക്കാം. എന്നാൽ ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ് ആമേൻ സ്വർഗത്തിലെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കുവാൻ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ, സർവ്വസമ്പൂർണതയുമുള്ള ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് അവനിൽ നിന്ന് സകല കൃപകളും പ്രാപിച്ചെടുത്തുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകൽക്കാലത്തെങ്കിൽ നമുക്ക് തിരുവചനം ശ്രദ്ധിപ്പാൻ ദൈവം ഇത്രത്തോളം ഇടയാക്കിയല്ലോ. ഈ തിരുവചനങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാൻ മറക്കരുത്. കാരണം ആമേൻ, സത്യത്തിന്റെ ആത്മാവ് നടത്തുമ്പോൾ തിരുവചനത്തിന്റെ ആഴങ്ങളും സത്യങ്ങളും തിരിച്ചറിയുവാൻ വയ്യാത്ത അനേക ജനങ്ങൾ ഇന്നും ജീവിക്കുകയാണ്. ആമേൻ. നാം ഒരു തിരുവചനം അവർക്ക് ഷെയർ ചെയ്തു കൊടുത്തവരെ ഈ കൃപയിലേക്ക് കൂട്ടി വരുത്തുവാൻ, ഈ സത്യത്തിന്റെ പരിജ്ഞാനം അവരിലും ആമേൻ ഉണ്ടാകുവാൻ നമുക്കും ഈ ഉദ്യമത്തിൽ പങ്കുചേരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ രാജാവേ, അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. ഹൃദയ പരിച്ഛേദന ഏറ്റുകൊണ്ട് കർത്താവേ, ആമേൻ, ഞങ്ങൾക്ക് ജീവിപ്പാൻ കൃപ നൽകണമേ. ശാരീരിക പരിച്ഛേദനയല്ല കർത്താവിനെ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഹൃദയ പരിച്ഛേദന ഏറ്റുകൊണ്ടപ്പാ ആമേൻ, ദൈവത്തിന് വിരുദ്ധമായി, ആമേൻ, വചനത്തിന് വിരുദ്ധമായി തെറ്റായ പഠിപ്പിക്കലുകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ആമേൻ, ദൂതന്മാരെ പോലും ആരാധിക്കുവാൻ കൽപ്പിക്കുന്ന ലോകത്തിൽ, ഹല്ലേലൂയ, ആ തെറ്റായ പഠിപ്പിക്കലുകളിൽ വീണു പോകാതെ കർത്താവേ, അങ്ങിലുള്ള മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് സർവ്വ നന്മകളും സർവ്വ നിറവും അങ്ങിലുണ്ട്, അതിന്റെ പരിപൂർണത അങ്ങിൽ നിന്ന് പ്രാപിച്ചെടുത്തുകൊണ്ട് ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരായി ഞങ്ങളുടെ ജീവൻ നയിപ്പാനിടയാക്കിയാട്ടെ. അതിനായിട്ട് ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. ആമേൻ. ഇന്ന് ഈ വചനദീപ്തി ഞങ്ങളുടെ പ്രെയർ ഫെലോഷിപ്പിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും, തിരുവചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ അനുഗ്രഹത്തെ നൽകി മാനിക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ശക്തി അവരുടെ കുടുംബങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുത്തണം. ഈ തിരുവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചാട്ടെ. നന്മകളാൽ നിറച്ച് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.